ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വ്യാജമരുന്നുകൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? അല്ലെങ്കിൽ അവ എങ്ങനെ തിരിച്ചറിയാമെന്ന് അറിയില്ലേ? ഇനി ടെൻഷൻ വേണ്ട. മൊബൈലിൽ ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ മരുന്ന് വ്യാജനാണോ അല്ലയോ എന്ന് എളുപ്പത്തിൽ തന്നെ കണ്ടുപിടിക്കാം. ഇതിന് കുറച്ച് സെക്കൻഡുകൾ മാത്രം മതി. ഇന്ത്യയിൽ വ്യാജമരുന്നുകൾ വലിയ ഭീഷണിയാണിപ്പോൾ. പുറമെ ഒറിജിനൽ പോലെ തോന്നുമെങ്കിലും വ്യാജനായിരിക്കും. ഇത് തടയാനാണ് സർക്കാർ മരുന്നുകളിൽ QR കോഡ് സംവിധാനം തുടങ്ങിയത്. ഇന്നത്തെ സ്മാർട്ട് ഫോണുകളിൽ QR കോഡ് സ്കാൻ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. മരുന്ന് പാക്കറ്റിലെ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ബാച്ച് നമ്പർ, എക്സ്പയറി ഡേറ്റ് തുടങ്ങിയ വിവരങ്ങൾ ഫോണിൽ വരും. പാക്കറ്റിലെ വിവരങ്ങളുമായി ഇത് ഒത്തുനോക്കാം. വിവരങ്ങൾ ലഭ്യമല്ലെങ്കിലോ അല്ലെങ്കിൽ വ്യത്യാസമുണ്ടെങ്കിലോ മരുന്ന് വ്യാജനാകും. ആദ്യം മരുന്നിൻ്റെ പാക്കറ്റ് ശ്രദ്ധാപൂർവം പരിശോധിക്കുക. പാക്കറ്റിന് പുറത്തോ അകത്തോ QR കോഡ് ഉണ്ടാകും. മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് QR കോഡ് സ്കാൻ ചെയ്യുക. സ്ക്രീനിൽ വരുന്ന വിവരങ്ങൾ ശ്രദ്ധയോടെ വായിച്ച് മനസ്സിലാക്കുക. ഈ വിവരങ്ങൾ പാക്കറ്റിലെ വിവരങ്ങളുമായി ഒത്തുനോക്കുക. എല്ലാം ശരിയാണെങ്കിൽ മരുന്ന് സുരക്ഷിതമാണ്. അല്ലെങ്കിൽ ഉടൻ തന്നെ പരാതിപ്പെടുക. QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ വിവരങ്ങൾ ലഭിക്കുന്നില്ലെങ്കിലോ പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിലോ അത് അവഗണിക്കരുത്. ഈ വിവരം CDSCOയെ, അതായത് സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ എന്നിവരെ അറിയിക്കാവുന്നതാണ്. ഇത് മറ്റുള്ളവരെയും വ്യാജമരുന്നുകളിൽ നിന്ന് രക്ഷിക്കാൻ സഹായിക്കും. നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന 300 മരുന്നുകളിൽ മാത്രമാണ് QR കോഡ് നിർബന്ധമാക്കിയിട്ടുള്ളത്. അതിനാൽ എല്ലാ മരുന്നുകളിലും ഇത് കാണില്ല. അതുപോലെ ഇന്ന് മിക്കവാറും പേർ ഒന്നല്ലെങ്കിൽ മറ്റൊരു കാരണത്താൽ ദിവസേന മരുന്ന് കഴിക്കുന്നവരാണ്. ദിവസേന ഒന്നിലേറെ മരുന്നുകൾ കഴിക്കുന്നുമുണ്ട്. തലവേദന വന്നാലും പനി വന്നാലും ഡോളോയിലും പാരസെറ്റാമോളയിലും അഭയം പ്രാപിക്കുന്നവരുമുണ്ടാകും. എന്നാൽ ഒരു കാരണവശാലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ മരുന്ന് കഴിക്കാൻ പാടുള്ളതല്ല. സ്വയം ചികിത്സയുമരുത്. പറഞ്ഞു വരുന്നത് ഗുളികകളെക്കുറിച്ചല്ല, മരുന്നിൻ്റെ പുറത്തുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ്. ഗുളികകൾ വാങ്ങുമ്പോൾ അതിൻ്റെ പാക്കറ്റിൽ വ്യത്യസ്തമായ മാർക്കുകൾ, ലേബലുകൾ ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? മരുന്നുകളുടെ സ്ട്രിപ്പുകളിലെ ചുവന്ന വര ഉണ്ടാകാറില്ലേ? ഇവ സൂചിപ്പിക്കുന്നത് ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ഈ മരുന്ന് വാങ്ങി കഴിക്കരുത് എന്നാണ്. ചില പാക്കേജുകളിൽ ഒരു ചുവന്ന ബോക്സിൽ ഇതേ വിവരങ്ങൾ പങ്കുവെക്കാറുമുണ്ട്. ഇതിനു പുറമെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നിൻ്റെ മുഴുവൻ കോഴ്സും പൂർത്തിയാക്കുന്നതാണ് ഉചിതമെന്നും ഇതിനർത്ഥമുണ്ട്. അലർജി. ചില മരുന്നുകൾ അലർജി ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ അലർജി ഉണ്ടാകുന്ന ഘടകത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു മുന്നറിയിപ്പ് ലേബൽ ഈ മരുന്നുകളിൽ ഉണ്ടാകും. അത് വായിച്ചു നോക്കി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഗർഭിണികളും പ്രായമായ രോഗികളുമെല്ലാം ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മരുന്നിൻ്റെ ഡോസേജിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മെഡിസിൻ സ്ട്രിപ്പിലോ ബോട്ടിലിലോ എളുപ്പത്തിൽ കണ്ടെത്താനാകും. മുതിർന്ന ആളുകൾക്കും കുട്ടികൾക്കും കഴിക്കാവുന്ന ഡോസുകളും ഇവയിൽ തന്നെ ഉണ്ടാകും. പതിവായി മരുന്ന് കഴിക്കുന്നവരാണെങ്കിലും മരുന്ന് വാങ്ങുമ്പോൾ ഡോസേജ് പരിശോധിക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ ഒരിക്കലും കഴിക്കരുത്. മരുന്ന് വാങ്ങുമ്പോൾ ഡേറ്റ് കൃത്യമായി പരിശോധിക്കണം. മരുന്ന് സൂക്ഷിക്കേണ്ട രീതിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പും അവഗണിച്ചുകൂടാ. താപനില, ഈർപ്പം, വെളിച്ചം ഇവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതിലുണ്ടാകും. ഫ്രിഡ്ജിലാണോ അതോ മുറിയിലെ താപനിലയിലാണോ മരുന്ന് സൂക്ഷിക്കേണ്ടത് എന്ന വിവരങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. മരുന്നിൻ്റെ കവറുകളിൽ പേപ്പർ ലഘുരേഖകൾ ഉണ്ടാകാറുണ്ട്. മരുന്നിനെക്കുറിച്ചുള്ള സമഗ്രമായ വിവരങ്ങൾ ഈ ലഘുലേഖയിൽ അടങ്ങിയിട്ടുണ്ടാകും. അതിൻ്റെ ഉപയോഗങ്ങൾ, പാർശ്വഫലങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഉപയോഗിക്കേണ്ട വിധം തുടങ്ങിയ എല്ലാം അതിൽ തന്നെ ഉണ്ടാകും. മരുന്ന് ഉപയോഗിക്കുന്നതിന് മുൻപ് ഇവ ശ്രദ്ധാപൂർവം വായിക്കണം. ഏതെങ്കിലും കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ ഡോക്ടറെ സമീപിക്കാവുന്നതാണ്.